ഇന്നത്തെ ഏറ്റവും പുതിയ വിവിധ സിനിമകളുടെ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകളിലേക്ക് ഇവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തിയേറ്ററുകളിലേക്ക് എത്തി നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത വയലൻസ് നിറഞ്ഞ ആക്ഷൻ ത്രില്ലർ സിനിമയാണല്ലോ കിൽ. ആദ്യ ആഴ്ച 10 സ്ക്രീനിൽ മാത്രം കേരളത്തിൽ റിലീസ് ഉണ്ടായ കില്ലിന് ഇന്നലെ മുതൽ 100 സ്ക്രീനാണ് കേരളത്തിന് അനുവദിച്ചിരിക്കുന്നത്. അതുപോലെ സിനിമയുടെ കളക്ഷനും ഉയർന്നിരിക്കുകയാണ്. ഇന്നലെ ഇതേ സമയം 7 ലക്ഷത്തിൽ താഴെ ഇറങ്ങെങ്കിൽ ഇന്ന് 9 ലക്ഷത്തിനടുത്താണ് ചിത്രത്തിന്റെ കേരള ട്രാക്കിംഗ് ഗ്രോസ്. 10ാം ദിവസത്തിലേക്ക് കടക്കുന്ന സിനിമയുടെ കേരള ഗ്രോസ് 40 ലക്ഷത്തിന് മുകളിലേക്ക് എത്തപ്പെട്ടിരിക്കുകയാണ്. 20-25 കോടി ബഡ്ജറ്റ് കണക്കാക്കുന്ന സിനിമ ഇന്നലെ വരെയുള്ള റിപ്പോർട്ടുകൾ പ്രകാരം 22 കോടി വേൾഡ് വൈഡ് ഗ്രോസ് ആണ് നേടിയെടുത്തിരിക്കുന്നത്. കാത്തിരിക്കൂ കില്ലിന്റെ അടുത്ത ദിവസങ്ങളിലെ കേരള വേൾഡ് വൈഡ് കളക്ഷൻ അറിയാനായിട്ട്. 2ാം ദിവസം കേരളത്തിൽ തിയേറ്ററുകളിൽ ഇന്ത്യൻ 2 വീണപ്പോൾ കില്ലാണെങ്കിലും പ്രഭാസന്റെ കൽക്കിയാണെങ്കിലും ഇപ്പോഴത്തെ ഉള്ളൊഴുക്കാണെങ്കിലും കളക്ഷൻ വർധന എന്ന തിയേറ്ററുകളിൽ നേടിയെടുത്തിരിക്കുകയാണ്. ഉള്ളൊഴുക്കിന് ഇന്നലെ ഇതേ സമയം 1 ലക്ഷത്തിന് മുകളിലാണെങ്കിൽ ഇന്ന് 3 ലക്ഷത്തിന് മുകളിലാണ് കേരള ട്രാക്കിംഗ് ഗ്രോസ്. ഇനിയും സിനിമയുടെ കൃത്യമായ വേൾഡ് വൈഡ് ഫിഗേഴ്സ് പുറത്തു വന്നിട്ടില്ല. 4 കോടി രൂപയ്ക്ക് മുകളിൽ കേരള ഗ്രോസും വേൾഡ് വൈഡ് കളക്ഷൻ 6 കോടി രൂപയ്ക്ക് മുകളിലും സിനിമ നേടിയിട്ടുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. റീമേക്ക് സിനിമയായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തിയ അക്ഷയ് കുമാറിന്റെ ഒരുപാട് നാളുകൾക്ക് ശേഷം തിയേറ്ററുകളിൽ നല്ല അഭിപ്രായങ്ങൾ നേടിയെടുത്ത സിനിമയാണല്ലോ സർഫിറ. പക്ഷേ കളക്ഷന്റെ കാര്യത്തിൽ സിനിമ ഒരു ദുരന്തം തുടക്കമാണ് തിയേറ്ററുകളിൽ നേടിയെടുത്തത്. എന്നാൽ ഇപ്പോഴത്തെ 2ാം ദിവസം സിനിമ കളക്ഷന്റെ കാര്യത്തിൽ വർധന നേടിയെടുത്തിരിക്കുന്നു എന്നാണ് ഇപ്പോൾ പ്രേക്ഷകരെ അറിയിക്കാനായിട്ടുള്ളത്. ആദ്യ ദിവസം ഇന്ത്യൻ ബോക്സ് ഓഫീസിൽ 2 കോടി 50 ലക്ഷം നെറ്റ് കളക്ഷൻ, വേൾഡ് വൈഡ് ഗ്രോസ് 4 കോടിയോളം രൂപയായിരുന്നെങ്കിൽ 2ാം ദിവസത്തെ ഇന്ത്യൻ നെറ്റ് കളക്ഷൻ മാത്രം 4 കോടി രൂപയ്ക്ക് മുകളിൽ ഉണ്ടാകുമെന്നാണ് റിപ്പോർട്ട്. അപ്പോൾ മികച്ചൊരു വർധന സിനിമ നേടിയെടുത്തിട്ടുണ്ട്. 2 ദിവസത്തെ ആകെ വേൾഡ് വൈഡ് ഗ്രോസ് ആയിട്ട് 10 കോടി രൂപയ്ക്ക് മുകളിലെ കളക്ഷൻ പ്രതീക്ഷിക്കുന്ന സിനിമ ഇനിയും ഒരുപാട് കളക്ഷൻ നേടിയെടുക്കേണ്ടതായിട്ടുണ്ട്. കാത്തിരിക്കൂ. സൂര്യ ഗസ്റ്റ് റോളിലെത്തിയ സിനിമയുടെ കൂടുതൽ ബോക്സ് ഓഫീസ് റിപ്പോർട്ടുകൾ കേട്ടാം. ജൂലൈ 12-ന് തിയേറ്ററുകളിലേക്ക് എത്തിയ കമലഹാസൻ ചിത്രം ഇന്ത്യൻ 2 എന്ന സിനിമയുടെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് പുറത്തു വന്നിരിക്കുകയാണ്. അത് പ്രകാരം പ്രേക്ഷക അഭ്യർത്ഥന മാനിച്ച് ചിത്രത്തിന്റെ ഡ്യൂറേഷനിൽ വെട്ടിക്കുറയ്ക്കൽ സംഭവിച്ചിരിക്കുകയാണ്. 3 മണിക്കൂർ ദൈർഘ്യമുണ്ടായ ഇന്ത്യൻ 2 എന്ന സിനിമ ട്രിം ചെയ്തിരിക്കുന്നു. 20 മിനിറ്റ് രംഗങ്ങളാണ് നിലവിൽ സിനിമയുടെ തെലുങ്ക് പതിപ്പിൽ നിന്നും നീക്കം ചെയ്തിരിക്കുന്നത് എന്നാണ് റിപ്പോർട്ട്. അപ്പോൾ നിലവിലെ സിനിമയുടെ ദൈർഘ്യം 2 മണിക്കൂർ 40 മിനിറ്റ് ആയിരിക്കും. ഒരുപക്ഷെ ഇന്നോ നാളെയോ തന്നെ ചിത്രത്തിന്റെ തമിഴ് പതിപ്പിൽ നിന്നും ഡ്യൂറേഷൻ കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കാത്തിരിക്കൂ കൂടുതൽ ഇന്ത്യൻ 2 വാർത്തകൾ കേട്ടാം.